ഒരു കുട്ടി നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, ഓടണം, ചാടണം, ഫിസിക്കലി ഫിറ്റായിരിക്കണം. അപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണങ്ങൾ, അവൻ്റെ വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ അവൻ്റെ കിടപ്പ്, അവൻ്റെ ഉറക്കം, അതിൻ്റെ സമയങ്ങൾ, അവൻ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ റേഷ്യോ, അവൻ മുട്ട കഴിക്കണോ, ഡെയിലി എത്ര കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ മുതൽ എല്ലാം ഒരു ഉമ്മ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുമ്പോഴാണ് ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക. ദാറ്റ് ഈസ് ഫിസിക്കൽ ഗ്രോത്ത്. ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ശാരീരിക വളർച്ച നന്നായിട്ട് വളരണം. അപ്പോൾ കുട്ടിക്ക് ഒബീസിറ്റി ഉണ്ടാകുന്നു എന്ന് വെക്കുക. ഉദാഹരണത്തിന് വയറ് ചാടി വരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഒരു അമ്മ ഒരു ഉമ്മ അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആ കുട്ടി കൂടുതൽ അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണോ, അതോ ഇളകാത്തത് കൊണ്ടാണോ, വെറും മൊബൈലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ? ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ കുംഭവയറായി തുടങ്ങി. പണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ഈ സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ ചെറിയ മക്കൾക്ക് 8ഉം 9ഉം വയസ്സായ കുട്ടികൾക്ക് കാണും കുംഭ. കാരണം എന്തുകൊണ്ടാണ്? ഇളകുന്നേ ഇല്ല. കുട്ടികൾ ഇളകി മറിയേണ്ട ആൾക്കാരല്ലേ. ഇത് ഉമ്മൻ്റെ മൊബൈലും കൊണ്ടാണ് പോവാണ്. കൊറോണ വരെ ഉമ്മനോട് കുട്ടികൾ മൊബൈൽ വയ്ക്കലായിരുന്നു. ഉമ്മ മൊബൈലൊന്ന് തരുമെന്ന്. കൊറോണയ്ക്ക് ശേഷം ഉമ്മ കുട്ടികളോട് ആണ്ട് ചോദിക്കുകയാണ്, മോനെ മൊബൈലൊന്നിട്ട് കാട്ടിക്കാന്ന്. കാരണം കൊറോണയിൽ കുട്ടികൾ മൊബൈലിൻ്റെ അധിപന്മാരായി മാറി. 24 മണിക്കൂർ മുതൽ അതിന്മേൽ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കായി മാറി.